ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സബ്സിഡിയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ വർഷനെ ശ്രീകാന്തിനെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വർഷം എവിടെയോ പോയിട്ട് വരികയാണ്, പുറത്തങ്ങാണ്ട് പോയിട്ട് വീട്ടിനകത്തേക്ക് കയറി വരികയാണ്. അപ്പൊ ശ്രീകാന്തെ എന്ന് വിളിച്ചോണ്ടാ വരുന്നത്. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് വന്ന് ചോദിക്കുക, അല്ല നീ ഇത്ര നേരം എവിടെയായിരുന്നു? കുറെ നേരമായല്ലോ ഞാൻ നിന്നെ നോക്കിയിരുത്തിട്ട്, എന്നിട്ട് നീ എന്താ ഇതുവരെ വരാതിരുന്നത്? എന്താ ഡബിങ്ങിന് പോയതാണോ? അതൊന്നും അല്ല, ഞാനേ പുറത്തു വരെ പോയത് വേറൊരു കാര്യത്തിനാ. ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയാ ഞാൻ പുറത്തു പോയത്. സർപ്രൈസ് തരാനോ? എന്ത് സർപ്രൈസ്? അത് നോക്കിക്കേ, നിനക്ക് ഇഷ്ടമായോ എന്ന് പറഞ്ഞൊരു ഷർട്ട് എടുത്ത് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, ഇഷ്ടമായി, നന്നായിട്ടുണ്ട്. പക്ഷെ എന്നെ കൂടെ കൂട്ടുമായിരുന്നെങ്കിൽ ഞാൻ സെലക്ട് ചെയ്തേനല്ലോ. പിന്നെ നിനക്ക് സെലക്ട് ചെയ്യാനൊന്നും അറിയില്ല. എനിക്ക് സെലക്ട് ചെയ്യാൻ അറിയില്ല. എന്നെ എന്തോ ആക്കി സംസാരിച്ച പോലെ ആണല്ലോ ശ്രീകാന്ത് എനിക്ക് തോന്നിയത്. പിന്നെ എന്നെ സെലക്ട് ചെയ്തതിൽ മാത്രമാണ് ശ്രീകാന്ത് നിനക്ക് ഫുൾ മാർക്ക് കിട്ടിയിരിക്കുന്നത്, വേറെ ഒന്നിലും മാർക്കില്ല. പിന്നെ എന്റെ ഡ്രസ്സ് കാണിക്കട്ടെ, ദീപാവലി അല്ലേ, അതുകൊണ്ട് ഞാൻ ഡ്രസ്സൊക്കെ അങ്ങ് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഡ്രസ്സ് എടുത്ത് കാണിക്കുകയാണ് കേട്ടോ, നമ്മുടെ വർഷയുടെ ഡ്രസ്സ്. അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു, ആഹാ കൊള്ളാലോ, സൂപ്പർ ആണല്ലോ, രണ്ട് നല്ല മാച്ചാണല്ലോ. രണ്ട് മാച്ച് ആകണമല്ലോ. ഇനി നിന്റെ കൈ കാണിച്ചേ. കൈ നോക്കി ഭാവി പറയാനാണോ? പക്ഷെ കൈ നോക്കി ഭാവിയൊക്കെ ഞാൻ പിന്നെ പറയാം, ഇപ്പൊ കൈ കാണിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ഒരു ചെറിയൊരു റിങ് ഇട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അതെ നിനക്ക് നല്ലൊരു ഭാര്യനെ തന്നെയാ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, വർഷ എന്തിനാ ഇതൊക്കെ? അത് പിന്നെ ഇത് നമ്മുടെ ഫസ്റ്റ് ദീപാവലി അല്ലേ, ആദ്യത്തെ ദീപാവലിക്ക് വീട്ടിൽ കയറി വരുന്ന ചെറുക്കന് മോതിരവും ചെയിനും ഒക്കെ കൊടുക്കണമെന്നാ പറയുന്നത്. ഞാൻ സീരിയലിലും സിനിമയിലും ഒക്കെ കണ്ടിട്ടുണ്ട്. എന്റെ വീട്ടിൽ നിനക്ക് ആരെങ്കിലും എന്തെങ്കിലും തരാൻ പോകുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാ ഞാൻ നിനക്ക് തരുന്നത്. ഒരു ചടങ്ങ് നമുക്ക് ബാക്കി വെക്കേണ്ട കാര്യമോ മാറ്റി നിർത്തേണ്ട കാര്യമോ ഒന്നുമില്ല. ഈ ചടങ്ങെല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കണം. എല്ലാവരും ഈ ദീപാവലി എങ്ങനെയാ ആഘോഷിക്കുന്നത്? കുറെ സ്വീറ്റ്സ് ഒക്കെ മേടിക്കും, കുറെ പടക്കമൊക്കെ പൊട്ടിക്കും, പിന്നെ കമ്പിത്തിരിയൊക്കെ കത്തിക്കും. അതുപോലെ തന്നെ നമുക്കും നന്നായിട്ട് എൻജോയ് ചെയ്യണം. അത് നമുക്ക് സിനിമയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ മേടിക്കാം. നമുക്ക് ഇന്നൊരു സിനിമ കാണാൻ പോയാലോ? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തിന്റെ ആ ഒരു ഇതൊക്കെ അങ്ങ് മാറി കേട്ടോ, ആ ഒരു മുഖഭാവമൊക്കെ അങ്ങ് മാറി. അപ്പൊ വർഷ ചോദിച്ചു, എന്ത് പറ്റി ശ്രീകാന്ത്, എന്ത് പറ്റി മുഖമൊക്കെ വല്ലാണ്ടായത്? അപ്പൊ ഒന്നും മിണ്ടാതെ ശ്രീകാന്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ വീണ്ടും വർഷ ചോദിച്ചു, എന്താണ് പറ്റിയത്, നീ പറ. അത് പിന്നെ വർഷ ഞാൻ പോവാ, അകത്തേക്ക് പോവാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് അകത്തേക്ക് ചെന്ന് ഇരിക്കുകയാണ് കേട്ടോ. അടുത്തേക്ക് നമ്മുടെ വർഷ പിന്നെയും ചെന്നു. പിന്നെയും വർഷ അടുത്തേക്ക് ചെന്നിട്ട്, എന്താ ശ്രീകാന്ത് നിനക്ക് പറ്റിയത്? എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിന്റെ അവസ്ഥ എനിക്ക് അറിയാം. കാരണം നീ നിന്റെ അച്ഛനെ കുറിച്ചാണോ ഇപ്പൊ ചിന്തിച്ചത്? അതല്ലേ നീ പെട്ടെന്ന് ഡള്ളായി പോയത്? അത് പിന്നെ വർഷ, അതൊക്കെ തന്നെയാ ഞാൻ ഡള്ളായി പോയത്. പെട്ടെന്ന് ഞാൻ വീടിനെ കുറിച്ച് ഓർത്തു. വീട്ടിലെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ദീപാവലി ആഘോഷിക്കായിരുന്നു. നാട്ടിൽ നിന്ന് അച്ഛമ്മ വരും, വീട്ടില് പലതരം പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും. എല്ലാവരും ഒന്നിച്ച് ക്ഷേത്രത്തിൽ പോകും. ഉച്ച മുതൽ പിറ്റേന്ന് നേരം വെളുക്കുന്നത് വരെ പടക്കം പൊട്ടിച്ച് ഞങ്ങൾ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുകയായിരുന്നു. എന്ത് രസമായിരുന്നോ അതൊക്കെ. അത് പിന്നെ ഇവിടെ രസക്കുറവൊന്നുമില്ലല്ലോ നിനക്ക്? അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആഘോഷിക്കാം, എന്താ കുഴപ്പം? അതുപോലെ ആഘോഷിച്ചാ പോരെ? നമുക്ക് രണ്ടുപേർക്കും അടിച്ചു പൊളിക്കാന്നേ, അതുപോലെ ശ്രീകാന്ത് നിനക്ക്? അല്ല വർഷ, അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോഴാ വല്ലാത്ത സങ്കടം തോന്നുന്നത്. അങ്കിള് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിയല്ലോ, പിന്നെ എന്തിനാ അദ്ദേഹത്തെ കുറിച്ച് ഓർത്ത് ഒരു വിഷമം? അങ്ങനെ വിഷമിക്കേണ്ട കാര്യമുണ്ടോ? സന്തോഷമായിട്ട് ഇരിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർത്തിട്ട് നല്ല നാളുകളുടെ സന്തോഷം നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും വേണ്ട. നമ്മുടെ കൺട്രോളിലല്ലാത്ത വിഷയങ്ങളെ കുറിച്ച് നമ്മൾ എന്തിനാ വെറുതെ ആലോചിച്ച് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമുക്ക് ഇപ്പൊ സന്തോഷിക്കേണ്ട സമയമല്ലേ, അതുകൊണ്ട് സന്തോഷിക്കുക. ഓരോ നിമിഷവും നമ്മൾ ആഘോഷമാക്കണം. നമ്മുടെ ലൈഫ് അത്രയ്ക്ക് നല്ലതായിരിക്കണം. നമ്മുടെ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാ. നീ നമ്മളെ കുറിച്ച് ആലോചിക്ക്, സന്തോഷിക്ക്. അല്ലാതെ കഴിഞ്ഞു പോയ കാര്യത്തെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ടിരുന്നിട്ട് എന്താ കാര്യം? അല്ല, നീ ഓക്കെ അല്ലേ? ഓക്കെ ആയില്ലേ? അതെ, ഞാൻ ഓക്കെ ആയി. എങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര വിശപ്പ്, നീ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കിത്താ. നല്ല സൂപ്പർ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നീ ദോശ ഉണ്ടാക്കിയായിരുന്നോ? എന്റെ മനസ്സ് നിനക്കറിയാം. ഏതായാലും നമുക്ക് കഴിക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷയും ശ്രീകാന്തും പോവുകയാണ് കേട്ടോ, ഫുഡ് കഴിക്കാൻ വേണ്ടി. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. നമ്മുടെ ശ്രീകാന്ത് വർഷയ്ക്ക് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴും ശ്രീകാന്തിന്റെ മനസ്സിൽ വിഷമം ഉണ്ടെന്ന് നമ്മുടെ വർഷയ്ക്ക് മനസ്സിലായി. അപ്പൊ വർഷ പറഞ്ഞു, അതെ നീ നിന്റെ ഫാമിലിനെ വിട് ശ്രീകാന്തെ, ഇപ്പൊ നിന്റെ ഫാമിലി ഞാനാ.
ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ കുടുംബം ക്രിയേറ്റ് ചെയ്യണം. നീ ഓക്കെ അല്ലേ? ആ, ഞാൻ ഓക്കെയാണ്. ദീപാവലിയും ഒരിക്കലും മറക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് ആഘോഷിക്കണം കേട്ടോ. ആ, ഞാൻ ഓക്കെയാണ് വർഷ എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ സച്ചിനെയാണ് കേട്ടോ. സച്ചി ആണെങ്കിൽ ഇങ്ങനെ എന്തൊക്കെയോ വിഷമങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് പറക്കിയിരിക്കുക. അപ്പൊ കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു, ഇന്ന് ഓട്ടം കുറവാണല്ലോടാ സച്ചി. ആ, പിന്നെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ തന്നെയല്ലേ. അല്ല, നിന്റെ അച്ഛൻ എങ്ങനെയുണ്ടാ? ആ, ഇപ്പൊ കുറവുണ്ട്, കുറച്ചു ദിവസം ശ്രദ്ധിക്കണം എന്നാ പറയുന്നത്. ചെക്കപ്പും മെഡിസിനും ഒക്കെ വേണം. കയ്യിലാണെങ്കിൽ ഒരു 5 പൈസ എടുക്കാനും ഇല്ല. കാറ് വിറ്റു. ഇനിയിപ്പൊ എന്താ ചെയ്യുക? അല്ല, നിന്റെ കാറിന് വേണ്ടി നീ എത്ര കാശ് ചെലവാക്കിയതാടാ, അതൊക്കെ വേസ്റ്റ് ആയി പോയില്ലേ? അതൊന്നും സാരമില്ലടാ. അച്ഛന് വേണ്ട രീതിയിൽ ചികിത്സ കൊടുക്കാൻ കഴിഞ്ഞല്ലോ, അത് മാത്രം മതി. ആ, കാറിന്റെ വാടക ഇതുവരെ കൊടുത്തിട്ടില്ല ഞാന്. പലിശ കൊടുക്കാനുണ്ട്. ഫിനാൻസ് ഓഫീസിൽ നിന്നാണ് വിളിയോട് വിളി. എങ്ങനെ കൊടുക്കാനാ? ഞാന് ആ ഫിനാൻസറുമായിട്ട് ഉടക്കുകയും ചെയ്തു. ആ, അത് തന്നെയാ പ്രശ്നം. നീ എന്തിനാ ഫിനാൻസറുമായിട്ട് ഉടക്കിയത്? പിന്നെ അയാൾ എന്റെ അച്ഛനെ പറയുന്നത് കേട്ടിട്ട് ഞാൻ കൈ കെട്ടി നോക്കി നിൽക്കണോ? അത് പിന്നെ ആ ഫിനാൻസറെ ആശ്രയിച്ച ഇവിടെ എല്ലാവരും കഴിയുന്നത്, അത് നീ മറക്കണ്ട. പിന്നെ ഇവിടെ ഞാൻ ആരെയും ആശ്രയിച്ചല്ല ജീവിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാറ് ഓടിക്കുന്നുണ്ടെങ്കിലും കഷ്ടപ്പെട്ട് തന്നെ ഞാനത് ഓടിച്ച് അതുപോലെ തന്നെ വാടകയൊക്കെ കൊടുക്കുന്നത്. എത്രയും പെട്ടെന്ന് അദ്ദേഹവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും തീർക്കണം, കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു തീർക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയുടെ കാറ് വരുന്നത് സച്ചി കണ്ടത് കേട്ടോ. അങ്ങനെ സച്ചിയുടെ കാറ് വരുന്നത് കണ്ടതും സച്ചിക്ക് ഭയങ്കര സന്തോഷമായി. എടാ, ഇത് എന്റെ കാറാണല്ലോടാ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ആ കാറിന്റെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ. എന്നിട്ട് ചെന്നിട്ട്, സാർ നമസ്കാരം, സാർ എന്താ ഇവിടെ? അത് പിന്നെ ഞാന് വന്ന കാര്യമൊക്കെ പറയാം. നീ സുഖമായിട്ടിരിക്കുന്നോ? ആ, സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരനോട് പറഞ്ഞത്, ഈ സാറ് എന്റെ കാറ് മേടിച്ച് സഹായിച്ചത്. സാറൊന്ന് സഹായിച്ചില്ലായിരുന്നുവെങ്കിലേ എന്റെ അച്ഛന്റെ അവസ്ഥ അതൊക്കെ വലിയ അവസ്ഥയാണോ? ഞാന് നിന്റെ കാർ മേടിച്ചിട്ട് നിനക്ക് കാശ് തന്നു. അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത്? അല്ല, ഞാൻ കാറിന്റെ പേപ്പറോ അതുപോലെ തന്നെ സൈനോ ഒന്നും ചെയ്ത് തന്നിരുന്നില്ല. രജിസ്ട്രേഷൻ പോലും നമ്മൾ ചെയ്തില്ലല്ലോ, രജിസ്റ്റർ പോലും ചെയ്തില്ലല്ലോ. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊന്നും ഇല്ലല്ലോ. എന്നിട്ടും എനിക്ക് സാറ് 4 ലക്ഷം രൂപ തന്നില്ലേ? എടോ, ഞാൻ മനുഷ്യനല്ലേ. നമ്മൾ മനുഷ്യർക്കല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ തന്റെ അച്ഛൻ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു സാറേ. ആ, എങ്കിൽ പിന്നെ സന്തോഷമായിട്ടിരിക്കുന്നു. ഞാന് വണ്ടിയുടെ പേപ്പേഴ്സ് ഒക്കെ മേടിക്കാനും അതുപോലെ തന്നെ കുറച്ച് ഒപ്പുകളൊക്കെ ഇടാനുണ്ടല്ലോ, അപ്പൊ അതും കൊണ്ടാ വന്നതെന്ന് പറഞ്ഞപ്പോ, അതിനിപ്പോ എന്താ സാറേ, ഇപ്പൊ ഞാൻ തരാം, ഇതേ പേപ്പർ എന്ന് പറഞ്ഞ് പേപ്പറൊക്കെ എടുത്ത് കൊടുക്കാണ് കേട്ടോ. എല്ലാ പേപ്പറും ഉണ്ട് കേട്ടോ സാറേ. ഇൻഷുറൻസ് ഒക്കെ അടച്ചിട്ടുണ്ട്, എല്ലാം കംപ്ലീറ്റ് ആണ്, എല്ലാം ക്ലിയർ ആണ്, ഇനി ഒരു ഇതും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ആ പേപ്പറൊക്കെ കൊടുക്കുന്നത് കേട്ടോ. ഏതായാലും ആ പേപ്പറൊക്കെ നോക്കുന്നു. അപ്പോഴത്തേക്കും അയാള് പേപ്പറൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, അതേ സച്ചി, 1 മിനിറ്റ് ഞാനിപ്പോ വരാന്ന് പറഞ്ഞുകൊണ്ട് കാറിന്റെ അകത്തേക്ക് കാറിന്റെ ഡോർ തുറന്നിട്ട് അതിന്ന് ഒരു രജിസ്റ്റർ എടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് സൈൻ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ സച്ചി പറഞ്ഞു, അതിനെന്താ സാറേ സൈൻ ചെയ്യാലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി സൈൻ ചെയ്യാൻ തുടങ്ങുകയാണ്. അത്രയും നേരം ഇല്ലാത്തൊരു സങ്കടം നമ്മുടെ സച്ചിക്ക് ആ ഒരു സമയം ഉണ്ടാവുകയാണ്. കാരണം തന്റെ കയ്യിൽ നിന്ന് പൂർണ്ണമായിട്ടും ആ കാറ് നഷ്ടപ്പെട്ടു കഴിഞ്ഞെങ്കിലും ഒപ്പൊക്കെ ഇടുമ്പോഴത്തേക്ക് ഒരു വിഷമം വരുമല്ലോ. വല്ലാത്ത സങ്കടമാട്ടോ നമ്മുടെ സച്ചിക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചി ആ കാറിൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തൊട്ട് തലോടുകയാണ് കേട്ടോ. എന്താ പറയാ, ഒരു കുഞ്ഞിനെ പിടിക്കുന്നത് പോലെ പതുക്കെ ഇങ്ങനെ തൊട്ട് തലോടിയിട്ട് ആ കാറിന്റെ പുറത്ത് തന്നെ ആ പേപ്പർ വെച്ചിട്ട് സൈൻ ചെയ്യാണ്. ചങ്കു പൊട്ടിയാണ് നമ്മുടെ സച്ചി ഇത് സൈൻ ചെയ്യുന്നത്. സൈൻ ചെയ്ത് കഴിഞ്ഞ് ആ പേപ്പർ അയാളുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സാറേ എന്റെ വണ്ടി നല്ല കണ്ടീഷൻ അല്ലേ, ഓടിക്കാൻ നല്ല സുഖമല്ലേ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? അയ്യോ, നല്ല വണ്ടിയാടോ, ഓടിക്കാൻ നല്ല സുഖം, പുതിയ വണ്ടി പോലെ തന്നെയുണ്ട്. ആ, എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ സച്ചി എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, സാറേ പോലെ ഒരു നിമിഷം സാറേ. എന്താടോ? അത് പിന്നെ എന്റെ കാറെ ഞാൻ ഓടിച്ചിട്ട് കുറെ നാളായി, അറിയാലോ ഇത് വർക്ക്ഷോപ്പിലായിരുന്നെന്ന്. അതുകൊണ്ട് ഞാന് എന്റെ കാറൊന്ന് ഓടിച്ചോട്ടെ, തൊട്ടപ്പുറത്തെ ജംഗ്ഷൻ പോയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. അതിനെന്താ സച്ചി, ഇന്ന് വേണമെങ്കിൽ ഇത് ഇവിടെ കിടക്കട്ടെ, ഞാൻ നാളെ വന്ന് എടുത്തോളാം. അതൊന്നും വേണ്ട സാറേ, എനിക്ക് ഒരു റൗണ്ട് ഒന്ന് എടുത്താൽ മതി, ഞാനൊന്ന് പോയിട്ട് പെട്ടെന്ന് കൊണ്ടുവരാം. അതെ, എന്റെ ജീവനായിരുന്നു, എന്റെ പ്രാണനായിരുന്നു, അതാ സാറേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു മേടിച്ചതാ. ആ, സച്ചി ഒരു കാര്യം ചെയ്യ്, സച്ചി അത് ഓടിച്ചോ എന്നിങ്ങനെ പറഞ്ഞു. ആ കാറിലേക്ക് കയറിയിരുന്ന ആ സ്റ്റിയറിംഗിലൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോ ഉണ്ടല്ലോ സച്ചിയുടെ ചങ്ക് ഇങ്ങനെ ഇടിക്കുന്നത് നമുക്കും കേൾക്കാട്ടോ. അതുപോലെ സങ്കടമാണ്. അങ്ങനെ ആ സ്റ്റിയറിംഗിലൊക്കെ പിടിച്ച് ആ കാറിന്റെ ആ ഒരു സൈഡിലൊക്കെ ഇങ്ങനെ തലോടിയിട്ട് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ചങ്ക് പറയുന്ന വേദനയാണ് കേട്ടോ നമ്മുടെ സച്ചിക്ക്. പൊട്ടിക്കരയും ആ കാറിനകത്തിരുന്ന്. അങ്ങനെ ഒരു റൗണ്ട് ചുറ്റിക്കറങ്ങുന്നതിന്റെ ഇടയിൽ നമ്മുടെ സച്ചി പല കാര്യങ്ങളും ഓർക്കുന്നുണ്ട് കേട്ടോ. കാരണം
പോലീസ് സ്റ്റേഷനിൽ നിന്ന് വണ്ടി ഇറക്കിയതും അതുപോലെ വർക്ക്ഷോപ്പിൽ പണിയാൻ കയറ്റിയതും താൻ വെയിറ്റ് ചെയ്തിരുന്നതും ഇടയ്ക്കിടയ്ക്ക് വർക്ക്ഷോപ്പിൽ പോയി നോക്കിയതും ഒക്കെ ഇങ്ങനെ ഓർത്തിട്ടാണ് ആ വണ്ടി ഓടിച്ചോണ്ട് വരുന്നത്. അങ്ങനെ ഓടിച്ചോണ്ട് വന്ന് തിരിച്ച് അയാളുടെ കൈ കൊടുത്തു കേട്ടോ. അയാളുടെ കൈ കൊടുത്തപ്പോ അയാൾ പറഞ്ഞു എങ്കിൽ പിന്നെ ശരി ശരി സച്ചി ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോവുകയാണ് കേട്ടോ. അയാൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെയാണ് സച്ചി അവിടെ നിൽക്കുന്നത്. അപ്പൊ സച്ചിയുടെ കൂട്ടുകാരന് എടാ നിന്റെ ചങ്ക് പറയുന്ന വേദന ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാടാ നീ ഈ കാർ കൊടുത്തത്? ഇപ്പൊ പ്രമാണം കിട്ടിയില്ലേ? പിന്നെ ആ പ്രമാണം വിറ്റിട്ട് നിനക്ക് ആ കാർ ഇങ്ങ് തിരിച്ചെടുക്കത്തില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പം ഹേയ് അതൊന്നും ശരിയാവില്ലടാ. പ്രമാണം അത് എന്റെ മാത്രമല്ലല്ലോ, അത് എല്ലാവരുടെയും കൂടെ അല്ലേ. ഈ കാർ എന്ന് പറയുന്നതേ എന്റെ അല്ലേ. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടതെന്നൊന്നുമേ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ വേണമെന്ന് അതിയായിട്ട് ആഗ്രഹിക്കും. എന്നാലേ അതൊന്നും എപ്പോഴും നമ്മുടെ കൂടെ കാണില്ലടാ. ഒരു ഘട്ടം വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ എല്ലാം നമ്മൾ വിട്ടുപോകും. നമ്മൾ തനിച്ചാകും. നമ്മള് തനിച്ചാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നത്, അതുപോലെ ആയിപ്പോകും. ഒന്നും നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൂട്ടുകാരൻ പറഞ്ഞു എടാ വിഷമിക്കാതെടാ, ഞാൻ പറഞ്ഞല്ലോ ആ പ്രമാണം വേണ്ട, ഇനിയിപ്പോ ഒന്നും ചിന്തിക്കുന്നില്ല ഞാൻ. പോയത് പോയി, വരാനുള്ളത് വരും, അത് മാത്രമേ ഇനി ഞാൻ ചിന്തിക്കുന്നുള്ളൂ എന്നിങ്ങനെ പറഞ്ഞ് വളരെ വിഷമത്തോടു കൂടി ഇങ്ങനെ സച്ചി നിൽക്കുക. പിന്നെ നേരെ രാത്രിയായി കാണിക്കുന്നത് നമ്മുടെ സച്ചി അമിതമായിട്ട് കുടിച്ച് കൂത്താടി വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. എല്ലാവരും കിടന്നുറങ്ങി, നമ്മുടെ രേവതി മാത്രമേ ഉള്ളൂ. അപ്പം കൂടുതൽ വിഷമമുണ്ട് സച്ചിക്ക്. കാറ് പോയതിന്റെ വിഷമമാണ് ഇന്ന് നമ്മുടെ സച്ചി കുടിയിലൂടെ പ്രകടമാക്കുന്നത്. അങ്ങനെ രേവതി അന്തം വിട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ. കാരണം കുടിച്ചിങ്ങനെ വരുന്നത് കണ്ടിട്ട് കുടിച്ചു വന്ന ആടി ഇങ്ങനെ കതവിന്റെ അവിടെ ഇങ്ങനെ ചാരി നിൽക്കുക സച്ചി. രേവതിനെ കണ്ടതും അച്ഛൻ എന്തിയെ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ രേവതി പറഞ്ഞു അച്ഛൻ ഉറങ്ങി. എന്തേ നല്ല കോലത്തിലാണല്ലോ വന്നത്. അപ്പൊ പറഞ്ഞു അച്ഛൻ ഉറങ്ങിയല്ലേ, ആശ്വാസമായി. അല്ല വന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അപ്പൊ ഭക്ഷണം കഴിക്കാന് എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, പോ എന്റെ മുമ്പിൽ നിന്ന് നീ ഒന്ന് മാറിപ്പോയാൽ മതി, ഭക്ഷണവും വേണ്ട ഒരു കോപ്പും വേണ്ട എനിക്കെന്നും പറഞ്ഞു നേരെ ആ സ്റ്റെയറിന്റെ അവിടെ പതുക്കെ പിടിച്ച് മുകളിലേക്ക് കയറി ആടി കുഴഞ്ഞാ പോകുന്നത്. നമ്മുടെ രേവതി ഇത് കണ്ട് സഹതാപത്തോടു കൂടിയും സത്യം പറഞ്ഞ ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ട്. ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അങ്ങനെ മേളിൽ ചെന്നിട്ട് നമ്മുടെ രേവതി സച്ചിനെ പിടിച്ചിട്ട് ബാ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു എന്നെ തൊട്ടു പോകരുത്, എന്നെ പിടിക്കരുത് എന്ന് പറഞ്ഞില്ലേ. എന്താ നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത്? എന്തിനാ ഇങ്ങനെ കുടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? ഞാന് ഇവിടെ വെച്ചൊരു സാധനം കാണുന്നില്ലല്ലോ, അതെവിടെ പോയി? കാണുന്നില്ലല്ലോ. അപ്പോഴത്തേക്കും രേവതി ചോദിച്ചു എന്ത് സാധനം? എന്താ ഇവിടെ വെച്ചിട്ട് പോയത്? അത് വേറൊന്നുമല്ല, പായ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം പറഞ്ഞു പായയോ? അത് ഞാൻ എടുത്തു തരാന്ന് പറഞ്ഞിട്ട് അതെടുക്കാൻ വേണ്ടി പോയിട്ടോ. അതെടുത്ത് കൊടുത്തപ്പോഴത്തേക്കും ഇങ്ങനെ തട്ടിപ്പറിച്ച് നമ്മുടെ സച്ചി അതങ്ങ് മേടിച്ചു. എന്നിട്ട് നിലത്തേക്ക് അങ്ങ് വിരിച്ചിട്ട് പടക്കോന്നും പറഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. നമ്മുടെ രേവതി ഇതെല്ലാം നോക്കി കിളി പാറിപ്പോയി നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് രേവതി ചോദിച്ചു വെറും വയറ്റിലാണോ നിങ്ങൾ കിടക്കാൻ പോകുന്നത്? വെറും വയറ്റിലല്ല, ഞാനേ പായിലാ കിടക്കുന്നത്. ഞാൻ വെറും വയറ്റിൽ എന്തിനാ കിടക്കുന്നത്? അത് പിന്നെ ഒന്നും കഴിച്ചില്ലല്ലോ, ഞാൻ ഭക്ഷണം ഇങ്ങോട്ട് എടുത്തോണ്ട് വരട്ടെ, ഇവിടെ ഇരുന്ന് കഴിക്കാം. നിന്റെ ഭക്ഷണവും വേണ്ട സ്നേഹവും വേണ്ട, നീ ഇത്രയും കാലം ചെയ്തു ഉപകാരത്തിനൊക്കെ മതി, ഇനി കൂടുതലൊന്നും ചെയ്യണ്ട. എന്റെ അച്ഛൻ രോഗിയായില്ലേ, എന്റെ കാർ നഷ്ടപ്പെട്ടില്ലേ, നീ കാരണം എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്, നീ ഒറ്റയൊരുത്തി കാരണം. അത് പിന്നെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് സച്ചേട്ടനോട് ഞാൻ എത്ര തവണ പറഞ്ഞു. ഞാൻ കാരണം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. നീ തന്നെയാടി എല്ലാത്തിനും കാരണം, നീ ഒറ്റ ഒരുത്തി എല്ലാത്തിനും കാരണം. എന്റെ കാറ് പോകാനും നീ തന്നെയാടി കാരണം. നീയാടി എന്റെ കാർ എന്നിൽ നിന്ന് പറിച്ചെടുത്തോണ്ട് പോയതെന്ന് പറഞ്ഞപ്പോ കാറ് ഞാൻ പറിച്ചെടുത്തോണ്ട് പോയെന്ന് എന്താ സച്ചേട്ടായി പറയുന്നത്? നീ കാരണം മാത്രം അടി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇങ്ങനെ ഇത് തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേറെ ഒന്നും നമ്മുടെ സച്ചിക്ക് പറയാൻ കിട്ടുന്നില്ല, ഇത് തന്നെയും പിന്നെയും പറയാണ്. ഏതായാലും രേവതി വല്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാല്ലേ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടുത്തതായിട്ട് വരാൻ പോകുന്നത് നയനയുടെയും ആദർശിന്റെയും കഥയാണ് കേട്ടോ. അപ്പൊ അത് മറക്കാതെ എല്ലാവരും കാണണേ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം വീണ്ടും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ.